നമസ്കാരം. പ്രധാന വാർത്തകൾ. നവതിയുടെ നിറവിൽ ദലൈലാമ. ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയ്ക്ക് ഇന്ന് 90 വയസ്സ്. ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ മക്ലിയോഡ്ഗഞ്ചിലാണ് ജന്മദിനാഘോഷം നടക്കുന്നത്. ലോകത്തിലെ നാനാ കോണിൽ നിന്നും ബുദ്ധമത വിശ്വാസികൾ ധരംശാലയിലെത്തും. മാക്ലിയോഡ്ഗഞ്ചിലെ തക്ചൻ ചോലിംഗ് ബുദ്ധക്ഷേത്രത്തിൽ പിറന്നാളിന്റെ ഭാഗമായി പ്രത്യേക പിറന്നാൾ ആഘോഷങ്ങൾ നടക്കും. ഇന്ന് ദലൈലാമ പൊതുജനങ്ങളെ കാണും. കൂടരഞ്ഞി ഇരട്ട കൊലപാതകം അന്വേഷണത്തിനായി 7 സംഘത്തെ രൂപീകരിച്ചു. ഇരട്ട കൊലപാതകം നടത്തിയെന്ന മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണത്തിനായി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ 7-അംഗ ക്രൈം സ്ക്വാഡ് രൂപീകരിച്ചു. അന്വേഷണം ഇരിട്ടിയിലേക്കും പാലക്കാടേക്കും തിരുവമ്പാടി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. മുഹമ്മദ് അലിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന സഹോദരന്റെ വെളിപ്പെടുത്തലും പോലീസ് അന്വേഷിക്കും. അന്വേഷണത്തിന്റെ ഭാഗമായി മലപ്പുറം വേങ്ങര പോലീസ് മുഹമ്മദ് അലിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ തീരുമാനിച്ചു. നിപ്പ ചികിത്സയിൽ കഴിയുന്ന 38-കാരിയുടെ മകനും പനി. 12 വയസ്സുകാരൻ ആശുപത്രിയിൽ. നിപ്പ ബാധിച്ച ചികിത്സയിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിനിയായ 38 വയസ്സുകാരിയുടെ മകനും പനി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതിയുടെ 12 വയസ്സുകാരനായ മകനെ മണ്ണാർക്കാട്ടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം യുവതിയുടെ ബന്ധുവായ പനി ബാധിച്ച 10 വയസ്സുകാരൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ഭർത്തൃ സഹോദരന്റെ 4 മക്കളുടെയും യുവതിയുടെ 1 മകന്റെയും സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവായി. 4 വയസ്സുകാരൻ വാഷിംഗ് മെഷീനിൽ കുടുങ്ങി, രക്ഷപ്പെടുത്തി ഫയർഫോഴ്സ്. ഒളവണ്ണയ്ക്ക് സമീപം ഇരിങ്ങല്ലൂർ ഞങ്ങാണ്ടിത്താഴത്താണ് സംഭവം ഉണ്ടായത്. കളിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ടോപ്പ് ലോഡർ വാഷിംഗ് മെഷീനിൽ കുട്ടി കുടുങ്ങുകയായിരുന്നു. 4 വയസ്സുകാരൻ ഹനാൻ വാഷിംഗ് മെഷീനുള്ളിൽ പൂർണ്ണമായും അകപ്പെട്ട നിലയിലായിരുന്നു. മീൻചന്ത ഫയർ യൂണിറ്റ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ യാതൊരു പരിക്കുമില്ലാതെയാണ് കുട്ടിയെ പുറത്തെത്തിച്ചത്. രാത്രി 9:30 തുടങ്ങിയ രക്ഷാദൌത്യം 10:30 പൂർത്തിയാക്കിയത്. CPM നേതാക്കളുടെ ഭീഷണി. ജോലി ചെയ്യാൻ പോലീസ് സംരക്ഷണം വേണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി. CPM നേതാക്കളുടെ ഭീഷണി കാരണം ജോലി ചെയ്യാൻ കഴിയുന്നില്ലെന്ന് പത്തനംതിട്ട മെഴുവേലി പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ഷാജി ആരോപിക്കുന്നു. ഹെഡ് ക്ലർക്കായ ഇദ്ദേഹം പോലീസിൽ പരാതി നൽകി. മുൻ MLA KC രാജഗോപാൽ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരാവകാശ അപേക്ഷ വന്നതിന് പിന്നാലെയാണ് ഭീഷണി തുടങ്ങിയതെന്ന് ഉദ്യോഗസ്ഥൻ പറയുന്നു.